സംഗീത സംവിധായകൻ ഇളയരാജ എത്ര വലിയ ലെജൻഡറി ആണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടും ഇത്ര വർഷങ്ങൾക്കിപ്പുറവും എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. തമിഴിലും മലയാളത്തിലുമായിട്ട് അദ്ദേഹം ഈണമിട്ട ഓരോ പാട്ടും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഇപ്പോഴും നമ്മളുടെ പ്ലേലിസ്റ്റുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇസൈஞാനി എന്ന് വിളിപ്പേരുള്ള അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള ജ്ഞാനത്തിൽ നമുക്കൊരു തർക്കവുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ എത്ര ജ്ഞാനിയാണെങ്കിലും ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇളയരാജയുടെ സംഗീതത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ മറ്റുള്ളവർ വെറുക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ടാലൻ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിൽ അയാൾക്ക് കൊടുക്കുന്ന മാർക്ക് 0 അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തി തന്ന ചില സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത നിശ നടന്നുകൊണ്ടിരുന്ന നേരം സ്റ്റേജിലുള്ള ഒരു ആർട്ടിസ്റ്റിന് വെള്ളം ദാഹിച്ചു. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ആ സ്റ്റേജിലോട്ട് കയറി വന്നു, അവർക്ക് വെള്ളം കൊടുത്തു. അത് ഇത്ര വലിയ തെറ്റാണെന്ന് ഒരാൾക്ക് നമുക്ക് തോന്നിയില്ല. പക്ഷേ അദ്ദേഹത്തെ നിർത്തിപ്പൊരിക്കുക, എത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് നിർത്തിപ്പൊരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും ഹീനമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദാഹിച്ച ഒരു മനുഷ്യന് വെള്ളം കൊടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അയാളൊരു സാധാരണക്കാരനാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇത്രയും അപമാനിച്ചത് എന്തുകൊണ്ടായിരിക്കും? എന്തു ചെയ്താലും തിരിച്ചൊന്നും പ്രതികരിക്കില്ല എന്നുള്ളൊരു ധൈര്യം അല്ലേ? അദ്ദേഹം ഒരുപാട് തവണ മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇളയരാജ അതൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല. അപ്പോഴാണ് സിംഗർ മനോ ഇളയരാജയുടെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കാൻ പറയുന്നത്. ഉടനെ തന്നെ അയാൾ കാലിലും വീഴുന്നുണ്ട്. ഈ ബഹുമാനം എന്ന് പറയുന്ന കാര്യം ഒരിക്കലും നമ്മൾ ചോദിച്ചു വാങ്ങിക്കേണ്ട ഒന്നല്ല, അത് തന്നെ നമുക്ക് തരാനായിട്ട് തോന്നണം. ഈ ഒരു സംഗീത നിശയിൽ ഈ ഒരു ടൈമിൽ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്, നമ്മളെല്ലാവരും ജീവിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സംഗീതമുള്ളത് കൊണ്ടാണെന്നാണ്. മറ്റുള്ളവരെ ഒരു ദൈവദാക്ഷിണ്യം കൂടാതെ അപമാനിച്ചു വിടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു സംഗീത നിശ തന്നെയായിരുന്നു. അതിൻ്റെ അവതാരകയായിട്ടുണ്ടായിരുന്നത് സിനിമാ നടി രോഹിണിയായിരുന്നു. രോഹിണി വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു അവതരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ലെജൻഡറി ആയിട്ടുള്ള കുറേ സംവിധായകരും സ്റ്റേജിലുണ്ടായിരുന്നു, ഇളയരാജയും ഉണ്ടായിരുന്നു. അവിടെ ഇളയരാജയുമായി ഇതുവരെ ഒരുമിക്കാതിരുന്ന ഒരു സംവിധായകൻ ശങ്കറായിരുന്നു. രോഹിണി വളരെ കാഷ്വലായിട്ട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു, ഇനി എന്നാണ് നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷനിൽ ഒരു സിനിമ ഉണ്ടാകുക എന്നൊരു ചോദ്യം ചോദിച്ചു. ഇത് കേട്ടതും ഉടനെ തന്നെ പ്രകോപിതനായിട്ട് ഇളയരാജ പറയാണ്, നീ ആരാണിത് പറയാൻ? നീ എനിക്ക് ചാൻസ് വാങ്ങിച്ചു തരാണോ? നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ? എനിക്ക് നിൻ്റെ ഒന്നും ചാൻസ് വേണ്ട. അങ്ങനെയുള്ളൊരു ഡയലോഗ് അടിക്കുകയാണ്. തന്നേക്കാൾ ചെറിയ തലത്തിലുള്ള ആളുകളെ എത്ര കുത്തി നോവിപ്പിക്കാനും ഒരു മടിയില്ലാത്ത അദ്ദേഹം തന്നേക്കാൾ വലിയ ആളുകളുടെ അടുത്ത് എങ്ങനെ നിൽക്കണം, പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ അയാൾക്കറിയാം. സിംഗർ മിൻമിനി നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടാകാം. ചിലർ മറന്നുപോയിട്ടുള്ള ഒരു സിംഗറായിരിക്കാം. ചിന്ന ചിന്ന ആസൈ എന്നുള്ള ഒരു ഒറ്റ പാട്ടുണ്ടായാൽ മതി അവരെ ഓർക്കാനായിട്ട്. പക്ഷേ ആ ഒരു സിംഗർ ഇളയരാജയുടെ ട്രൂപ്പിൽ പാടിയിരുന്ന ഒരു സിംഗറായിരുന്നു. പാട്ടുകാർ പല സംഗീത സംവിധായകരുടെയും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കും. പക്ഷേ ഇളയരാജയ്ക്ക് അത് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. തന്നേക്കാൾ മുകളിൽ ഒരാൾ വലുതാവാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ്. ഒരാളെയും അദ്ദേഹമായിട്ട് വളർത്തി വിടില്ല. AR റഹ്മാൻ്റെ ചിന്ന ചിന്ന ആസൈ എന്ന സോങ് മൂലം മിൻമിനി വളരെയധികം പ്രശസ്തിയായി. എന്നാൽ ആ സമയത്ത് ഇത് കണ്ട് ഇഷ്ടപ്പെടാതിരുന്ന ഇളയരാജ അവരോട് പറഞ്ഞത്, നീ എന്തിനാണ് കണ്ണി കണ്ടെടുത്തൊക്കെ പോയി പാടുന്നത്? നിനക്ക് പാടണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം പാടിയാൽ മതി എന്നാണ്. ഗുരുസ്ഥാനത്തുള്ള ഒരാളുടെ അടുത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം മിൻമിനി എന്ന സിംഗറിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. വിരലിൽ എണ്ണാവുന്ന പാട്ടുകാർ മാത്രമേ അദ്ദേഹത്തിൻ്റെ സംഗീതം മൂലം പ്രശസ്തരായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാരോ അവരെ മാത്രമേ അദ്ദേഹം കൂടെ കൂട്ടുള്ളൂ. എന്നാൽ AR റഹ്മാൻ ഇതിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരാളാണ്. എത്ര ഉയരത്തിലെത്തിയാലും അഹംഭാവം, അഹങ്കാരം എന്നുള്ള കാര്യങ്ങൾ അധികം തലയിലെടുത്ത് വെക്കരുതെന്നുള്ള നല്ല ബോധ്യമുള്ള ആളാണ് AR റഹ്മാൻ. AR റഹ്മാൻ ഓസ്കാർ കിട്ടിയപ്പോൾ സ്റ്റേജിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ അവഹേളിച്ചു വിട്ട ആളാണ് ഇളയരാജ. ഇദ്ദേഹം ചെയ്ത മറ്റൊരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകൾക്കും കോപ്പിറൈറ്റ് ഏർപ്പെടുത്തിയത്. സ്റ്റേജ് ഷോയിൽ പാടുമ്പോൾ പോലും അദ്ദേഹത്തിന് കോപ്പിറൈറ്റ് കൊടുക്കണമെന്ന്. ഈ ഒരു പ്രവൃത്തിയിൽ വളരെയധികം വേദനിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ ഉറ്റ സുഹൃത്തായിരുന്ന സിംഗർ SPB ആയിരുന്നു. വളരെ സൗമ്യമായ സ്വഭാവമുള്ള SPBയോട് പോലും ഇളയരാജ പിണങ്ങിയിരിക്കുകയായിരുന്നു. ഇദ്ദേഹം ചെയ്ത മറ്റൊരു ഹീനമായ പ്രവൃത്തി സംഗീത സംവിധായകൻ ഗോവിന്ദ് വസന്തയെ ആണത്തമില്ലാത്തവൻ എന്ന് വിളിച്ചതാണ്. തമിഴിൽ ഏറെ ഹിറ്റായ 96 എന്ന സിനിമയുടെ സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം.
96 എന്ന സിനിമയിൽ ഇളയരാജയുടെ പഴയകാല പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴാണ് ആ സിനിമയുടെ സംവിധായകന് സംഗീതം ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാണ് എൻ്റെ പാട്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ആണത്തമില്ലാത്തവനാണ്. ആണത്തമില്ലാത്തവരാണ് മറ്റുള്ളവർ ചെയ്ത വർക്കുകൾ ഇതുപോലെ പകർത്തി വയ്ക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഒരാൾ സൃഷ്ടിച്ച കലാസൃഷ്ടി അത് മറ്റൊരാൾ കോപ്പിയടിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ കോപ്പിയടിച്ചാൽ അവരെല്ലാം ആണത്തമില്ലാത്തവരാണ്. എന്നാൽ ഇതൊന്ന് കേട്ടു നോക്കൂ. ദമ്മരുദം. ഈ ഒരു സോങ് 1971 ഇറങ്ങിയ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന സിനിമയിലെ രാഹുൽ ദേവ് എന്ന സംഗീത സംവിധായകൻ ഈണമിട്ടൊരു ഗാനമാണ്. ഇനി ഇത് കേട്ടു നോക്കൂ. ഏം പുരുഷന്താ. എങ്ങനെയുണ്ട്? ഇത് ഇളയരാജ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു ഹിന്ദി സോങ്ങിനെ കോപ്പിയടിച്ചാണ് ഈ ഒരു തമിഴ് സോങ് എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇളയരാജയെ എങ്ങനെ വിളിക്കണം? ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറയാൻ കാരണമായത് ഇളയരാജയുടെ ബയോപിക് വരുന്നുണ്ട്. അതിൽ അഭിനയിക്കുന്നത് നടൻ ധനുഷാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിൽ അദ്ദേഹം രാജാവാണ്. എന്നാൽ വ്യക്തി ജീവിതത്തിൽ അങ്ങനെയല്ല. അദ്ദേഹത്തിന് 2 മുഖങ്ങളുണ്ട്. അത് കാണിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.